അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാളക്കാർ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഒന്നും ഓണത്തിനില്ല. അപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടോ നമുക്ക് അവിടെ? എല്ലാം ഉണ്ടായിരിക്കും. പിന്നെന്താ അവിടെ നിങ്ങൾ ആദ്യം ഈ പട്ടാളക്കാരെ കുറിച്ചുള്ള ഈ കൺസെപ്റ്റ് മാറ്റണം അല്ലേ? ബിക്കോസ് പട്ടാളം എന്ന് പറയുന്നത് അവർ മനുഷ്യന്മാരാണ്. അതിനുള്ളിലൊരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു കമാൻഡോ സിനിമാ ഡയറക്ടറായിട്ടും അഭിനയക്കാരനായിട്ട് വരണമെങ്കിൽ അത് അന്നും ഉണ്ടായിരുന്നു അത് മനസ്സിനകത്ത്. അപ്പം ഇത് രക്തത്തിലുള്ളവർ തന്നെ ആയിരിക്കും എല്ലാവരും. പിന്നെ ചിലത് സ്വരം നന്നാവില്ല, ചിലത് നന്നായിട്ട് പാടും, നന്നായിട്ട് അഭിനയിക്കും. ചിലവന്മാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എഫേർട്ട് ഇടും. ചിലപ്പോൾ അത് ബോറായിരിക്കും, ചിലപ്പോൾ രസമായിരിക്കും. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ആ കലാകാരനുണ്ട്. അപ്പോൾ അതൊരു ഓണമാണെങ്കിലും ശരി, ഒരു ക്രിസ്മസ് ആണെങ്കിലും ശരി, ദീപാവലിക്കും ഹോളിക്കും എല്ലാം പട്ടാളക്കാർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ആ സമയത്താണ്. കാരണം അവർക്ക് ഹോളി ദിവസം ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും, ഓണത്തിൻ്റെ ദിവസം ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും. അപ്പം പിന്നീട് അത് ഓണമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് അവൻ്റെ ഓണം, അല്ലെങ്കിൽ ആ ദിവസമാണ് അവൻ്റെ ദീപാവലി. നമ്മൾ ഫ്രീ ആയിട്ട് ആഘോഷിക്കുന്ന എന്താണോ അന്ന് ഓണമാണ്, അന്ന് ദീപാവലി. ഈ ഏരിയ ഭയങ്കര കളർഫുൾ ആണ് അല്ലേ? ഇത് കളർഫുൾ, ഭയങ്കര കളർഫുൾ. നേരെ കാണുന്നത് ആരാത് അല്ലേ? ആരാത്? അത് 2 ലെജൻസ്, 3 ലെജൻസ്. മമ്മൂക്കാന്റെ ഇതുപോലുള്ളൊരു ഫോട്ടോ കിട്ടിയില്ല എനിക്ക്. കാരണം ഈ വീട് പണി നടക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ഇത് കുറച്ചുകൂടെ മുകളിൽ കയറ്റി നടുക്കിൽ വെച്ച് മമ്മൂക്കാന്റെ കൂടെ വെച്ച് മൂന്നെണ്ണം. പക്ഷെ മമ്മൂക്കാന്റെ അവിടെ ഉള്ളത് അത് പിന്നീടാണ്, അത് പിന്നീടാണ് കിട്ടിയത്. അതിലെ ഫോട്ടോ അങ്ങനെ ബ്രൈറ്റും അല്ല അത്. പക്ഷേ ഇത് വരച്ചതാണല്ലേ? ഒറിജിനൽ ഫോട്ടോ അതിനെ വരയ്ക്കുന്നതാണ് അത്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷന്റെ. ഇതോ? അത് ഞാൻ മസ്കറ്റിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അന്ന് അമിത്ജി ആയിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്, ഒരു ഫിലിം ഫെസ്റ്റിവൽ മസ്കറ്റില്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഡിന്നറിന്റെ ടേബിളാണ് പറയുന്നത്. ഹോട്ടലിൽ വെച്ചിട്ടാണ് അമിത്ജി എന്നെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ പടം ചെയ്തിട്ടില്ല, പടത്തിന്റെ എല്ലാം സൈനായി. അവൻ എങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞു യെസ് സർ, ഐ ആം മേജർ രവി. ഓ, അപ്പൊ അതിന്റെ ആ ഒരു ചിരിയായിരുന്നു. പറഞ്ഞിട്ട് അതാണ് ആ മൂപ്പര് നല്ല ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളുടെ ഫോട്ടോ ഒരു കുഞ്ഞുവാവായിട്ടിരിക്കുന്നത് അങ്ങ് മറഞ്ഞു പോയില്ലോ. അത് ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ പോയി. അത് കുഞ്ഞുവാവ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈ ബ്രദേഴ്സ് ഡോട്ടർ. കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന അവന്റെ മകളാണത്, അവന്റെ അനിയന്റെ മോളാണത്. സോ ഷീസ് വെരി ഫോണ്ട് ഓഫ് മീ. ആ ഒരു ഫോട്ടോ, അതിന്റെ വേറൊരു എക്സ്പ്രസീവ് ഫോട്ടോ കൂടെ കാണുന്നുണ്ട്. ഇത് കണ്ട ഈ ഫോട്ടോ കണ്ടോ? കാൻഡിഡേറ്റ് ഒരു കുട്ടി വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നതാണ്, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടുള്ള ഇന്നലെ അതുണ്ടായി, ആ ഒരു എക്സ്പ്രഷൻ അത് കറക്റ്റ് ആയിട്ട് ക്യാമറമാൻ പിടിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നു. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കേൾക്കുകയാണ്, അവളും ഭയങ്കര സീരിയസ് ആയിട്ട് പരാതി പറയാ. അതാണ്. അപ്പൊ ആ ഒരു ഇന്നസെൻസിന്റെ ഒരു സൈഡും ഇപ്പുറത്ത് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫേസും. അതാണ് എന്റെ മുഖത്ത് എന്താണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് ഫുള്ള് മെമ്മറീസ് അല്ലേ? നമ്മള് ഫോട്ടോഗ്രാഫ്സ് പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ മെമ്മറീസ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് ഞാൻ ഒന്നും ലൈനായിട്ട് ചെയ്തിട്ടില്ല, ആണി അടിച്ച് അങ്ങനെ ഇങ്ങനെ വെച്ചു. അതാ എനിക്ക് അങ്ങനെ ഒരു ഫീല് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈനപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാറ്റിനും അകത്തും ഒരു കഥയുണ്ട്. ഓരോ ഫോട്ടോസിനും മോളിൽ നിന്ന് തൊട്ടിട്ട് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും ഒരു കഥയുണ്ട്. വെട്ടം മറ്റേ ദിലീപിന്റെ പടം. 21 വയസ്സുവരെ കഷ്ടകാലാണെന്ന് പറഞ്ഞു, പിന്നെ അതങ്ങ് ശീലായിക്കോളും. അവിടെ ഒരു സന്യാസി നമ്മുടെ ഒറ്റപ്പാലം, എന്താണെങ്കിൽ പേര് അവർ മരിച്ചുപോയി, കുട്ടി പ്രണവ് മോഹൻലാൽ. അതിനാണ് അപ്പൂന് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ്. ആ ഫിലിമില് ഇതില് പുനർജനി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നാരായണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന സന്യാസിയും അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന പ്രണവ്, അതാണ് പ്രണവ് മോഹൻലാൽ. അത് ഞങ്ങളുടെ അവിടെ നാട്ടില് തിരുമറ്റക്കോട് അമ്പലത്തിന്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ജനറലി യു വിൽ ഫൈൻഡ് ഹിം ഓൺ ദാറ്റ് ചെയറിൽ. പിന്നെ മൂപ്പര് ഇരിക്കില്ല, മൂപ്പര് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും. വന്ന്
പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കി ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗാദറിംഗ് ഏരിയ ഇതാണ്. ഇതാണ് ഫ്രീ ആയിട്ടുള്ള. ഒഫീഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് വേറെ സ്ഥലമുണ്ട്. അതിന് വേറെ സ്ഥലം. വേറെ സ്ഥലമുണ്ട്. ഈ വീട്ടിൽ കുറെ സ്ഥലങ്ങളുണ്ട് എല്ലാത്തിനും. സംസാരിക്കാനുണ്ട്. റിലാക്സ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടാണെങ്കിൽ അപ്പുറത്തേക്ക് ഉള്ളില് AC ഒക്കെ ഓൺ ചെയ്ത് പതുക്കെ അതിൻ്റെതായിട്ടുള്ള ഡിസ്കഷൻ നടക്കും. അപ്പം അതിനകത്ത് പലതും നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ സോഷ്യൽ ഗാദറിങ്. അതല്ല ലാലേട്ടൻ ഇവിടെ വരുമ്പോ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? ലാലേട്ടൻ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല. കാരണം ലാലേട്ടൻ കുറെ സംഭവം വേണം കുക്ക് ചെയ്യണമെങ്കിൽ. സാധനങ്ങളൊക്കെ ആയി പിന്നെ ഇത് അതൊന്നും എൻ്റെ അടുത്തില്ല. ഞാനാണെങ്കിൽ ഈറ്റിങ്ങിൽ വളരെ മോശമാണ്. എനിക്ക് ശാപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ കഴിക്കാൻ. എന്നിട്ട് തന്നെ ഇപ്പോഴത്തെ വയറ് വന്നിരിക്കും. അതന്നെ എനിക്ക് കാണാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അത് കുറയ്ക്കാനുള്ള നടക്കുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ലാവിഷാണ്. ഹി എൻജോയ്സ് ഓൾസോ. നമ്മളെയും തീറ്റിപ്പിക്കും. അപ്പൊ ലാലിന്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഗുളിയൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. ശ്വാസം മുട്ടിക്കളയും. കാരണം ഡയറ്റ് നടക്കൂല ലാലേട്ടന്റെ കൂടെ. ഒരിക്കലും നടക്കില്ല. ഇത് ആണ് പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലം. അയ്യോ, എനിക്ക് ഇതാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാറ്റ്. ഇത് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ഞങ്ങളൊരു ടേബിളൊക്കെ ഇട്ട് ചെയറൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കും. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ആംബിയൻസ്. ശരിക്കും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് പച്ചപ്പുകാരുന്നത് മാത്രമല്ല, ഭയങ്കര റിലാക്സിങ് സ്പേസ് ആണ് കേട്ടോ. അല്ലേ, കാലത്തൊക്കെ യോഗയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതിക്കും കിടന്ന് മാറ്റ്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫുള്ളായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഒരു ജംഗിൾ ഫീൽ കിട്ടും. നേരത്തെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കവറായി കിട്ടും. ഇത് ഈ സൈഡ് ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 70 mm സ്ക്രീനിന്റെ ഫീല് കിട്ടും. ആ സ്കൈ അവിടെ നിന്ന് കട്ടാവും. ഇതൊരു പെനോറമിക് വ്യൂ. കൊള്ളാം. നമ്മുടെ ക്യാമറ ചേട്ടന്മാര് കാണുന്നില്ലേ ഇതൊക്കെ? അത് ഭയങ്കര നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് അത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അത് അതിന്റെ ഒരു സുഖം പറയണത്. കാലത്ത് നിങ്ങൾ ഇവിടെ ഒരു 5 മണിക്ക് വരും. കൃത്യം 5 മണിക്ക് തുടങ്ങും പക്ഷികളുടെ. അത് വാച്ച് നോക്കിയാൽ മതി. 5 മണി അവരൊക്കെ ആ നേച്ചറിന്റെ ഒരു അതാണ്. ആ കൃത്യം 5 മണിക്ക് അവർ എഴുന്നേറ്റിരിക്കും. തുടങ്ങും. ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട്ടില് അടുക്കളയിലുള്ള ഭാര്യ ഭർത്താവ് പതുക്കെ തുടങ്ങും. എഴുന്നേറ്റ് എന്താ ചായ ഉണ്ടാക്കണം, ചായ പിന്നെ അങ്ങ് തുടങ്ങണം. അതുപോലെയാണ് പക്ഷികൾ. ആദ്യം ഒന്ന് തുടങ്ങും, ഇവിടെ തുടങ്ങി പിന്നെ ഒച്ചയും ബഹളം. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്കും ബഹളമായി. എന്നിട്ട് നാട്ടിൽ പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഇവിടെയുണ്ട്. അപ്പുറത്ത് മുളയുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടിക്കളഞ്ഞു. വല്ലാതെ കൂടിപ്പോയിരുന്നു. അപ്പൊ അത് 2 സ്ഥലത്തും. പിന്നെ ഇതിലിപ്പോ പക്ഷികൾ കൂട്ടുന്നുണ്ട്. അവർ വരും, മുട്ടയിടും, കുട്ടികളെ ഉണ്ടാക്കും, അവരവരുടെ പാട്ടിന് പോകും ചെയ്യും. നമ്മളൊന്നുമില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതിലായിരുന്നു. അത് രസമാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാല് കാലത്ത് അവർ കൂട് കിട്ടണം. അവിടുന്ന് പറിക്കും, ഇതിന്റെ മുറിച്ചുകൊണ്ട് വരും, എന്നിട്ട് ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ അവരെങ്ങനെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരാ കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് വിരിയിപ്പിച്ച് കൊച്ചുങ്ങളെ നമുക്കൊരു 2 ആഴ്ച കൊച്ചുങ്ങളെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അവരൊരു പാട്ട്. അതുവരയ്ക്ക് അവർ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുന്നതും നമ്മളാരും ശല്യം ചെയ്യില്ല. അവർക്ക് അപ്പൊ ഞങ്ങളിവിടെ ഫുഡ് വെള്ളമൊക്കെ ഇവിടെ വെച്ചു കൊടുക്കും. ചൂടുകാലത്തൊക്കെ ഭയങ്കര പാടായിരിക്കില്ലേ? ഇവിടെ ഫുൾ വെള്ളം ഇവിടെ വെച്ചു കൊടുക്കും. എനിക്ക് ചൂട് സമയത്ത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഉണ്ട് ചിലപ്പോൾ. ഉണ്ടല്ലേ? പുറത്ത് അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുമല്ലോ. പിന്നെ കാക്കയ്ക്കൊക്കെ ബ്രെഡ് ഇട്ട് കൊടുക്കും. ബ്രെഡ് കൊടുക്കും. ഇവിടെ ആര് വന്നാലും ഇവിടുന്ന് നമുക്ക് 2 പട്ടികളുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. വന്ന സമയത്ത് ഞാൻ കണ്ടു. അവര് ഇവിടെ വന്ന് കയറിയതാണ്. നമ്മൾ വാങ്ങിച്ച വെള്ളത്തിൽ. പക്ഷെ വന്ന് കയറിയപ്പോ നമ്മൾ നേരെ ഓട്ടോറിക്ഷയിലിട്ട് കൊണ്ട് ഇഞ്ചക്ഷൻ കുത്തി കൊടുക്കും. നമ്മുടെ ആക്കി